നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മളോടൊപ്പം നല്ലൊരു സംവിധായകനാണ്. എനിക്ക് വളരെ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ അറിയാവുന്ന എൻ്റെ ഒരു സഹപ്രവർത്തകയുടെ മകനുമാണ്. സംവിധായകൻ ദീപനും ഭാര്യ ദീപയും മക്കൾ മാധവ് എന്നല്ലേ? മാധവ് മഹാദേവ്. നമസ്കാരം. ദീപ, എന്താ ദീപ ഇങ്ങനെ മെലിഞ്ഞു എങ്ങോട്ട് പോകുന്നു? തടി കുറയ്ക്കുന്നുള്ളതാണ് പണ്ട് പോലെ കൊച്ചിലെ പോലെ ഒരുപാട് മെലിഞ്ഞു കേട്ടോ, നല്ലോണം മെലിഞ്ഞു. പ്രാക്ടീസും എക്സസൈസും. ക്രിക്കറ്റ് ടീമിൽ ചേരാൻ പോവാണോ? ഞങ്ങൾക്ക് ടീമുണ്ട്, ഡയറക്ടേഴ്സ് ടീമുണ്ട്, ആണോ? C3 ക്ലബ് ഉണ്ട്. അപ്പൊ ഇപ്പൊ വെളിയിൽ പോയപ്പോ നിങ്ങൾ പോയിരുന്നോ? ഷാർജയില് കളിച്ചു. അതെയോ? ഓ, അത് ശരി. അതൊരു വലിയ ഭാഗ്യമായിരുന്നു. കാരണം വെച്ചാൽ ഷാർജ സ്റ്റേഡിയത്തിലൊക്കെ കളിക്കാന്ന് വെച്ചിട്ടൊരു, ഞാൻ വെറുതെ അവിടെ പോയി നിന്നപ്പോ തന്നെ വിചാരിച്ചു ഒരു ഭാഗ്യമാണ് അവിടെ പോയി നിൽക്കുന്നത്. നിങ്ങൾ കളിക്കാന്ന് പറയണ വലിയ കാര്യം. ദീപയുടെ അടുത്ത് കുറച്ചു നേരം സംസാരിക്കട്ടെ. അതെ, ഞാൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കല്ലേ. ദീപയോട് സംസാരിക്കുന്നതിന് മാധവ് ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണോ? പഠിക്കാൻ ഇഷ്ടമാണോ? എന്താവും പഠിച്ച് വലുതാവുമ്പോ? തീരുമാനിച്ചില്ലേ? അച്ഛന്റെ സിനിമയൊക്കെ ഇഷ്ടമാണോ? ഹലോ, നമ്മള് പിന്നെ നേരത്തെ മിണ്ടില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും ചോദിക്കില്ല. വീട്ടില് ഭയങ്കര സൗണ്ടാണ്. ഏറ്റവും കൂടുതൽ ഒച്ച ഉണ്ടാക്കുന്നത്. ദീപയ്ക്ക് നല്ല ജോലിയല്ലേ ഇവരുടെ? ദീപയുടെ സ്ഥലം കോഴിക്കോടാണോ? പയ്യന്നൂർ. ആ, ഓക്കെ, പയ്യന്നൂർ. ആരൊക്കെയുണ്ട് വീട്ടില്? അമ്മ, അനിയൻ, അനിയത്തി. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. അനിയൻ ഇപ്പൊ ഗൾഫില്. ദീപ മുമ്പ് ജോലിക്ക് പോയിരുന്നു? ആ, മുന്നേ മദ്രാസിൽ 4-5 വർഷം ഉണ്ടായിരുന്നു. അതെ, എവിടെ ജോലി ചെയ്തിരുന്നു? റോയപ്പെട്ട ഒരു ഓഡിറ്റിംഗ് ഫാമിലാണ്. അതെ. പിന്നെ അത് കഴിഞ്ഞ് ദുബായിൽ പോയി. അവിടെ നിന്ന് ദുബായിലേക്ക് പോയി. അവിടെ ഒരു 2 വർഷത്തോളം ഉണ്ടായിരുന്നു ദുബായില്. അത് കഴിഞ്ഞ് അനിയും കുറെ 4-5 പേരുണ്ട്. അവരും ആന്റിയൊക്കെ അവിടെയാണ് സെറ്റിൽഡ്. അങ്ങനെ അവിടെ ആയിരുന്നു. അനിയന്മാര് 4-5 പേര്. ഞാൻ വിചാരിച്ചു ദൈവമേ, ദീപയുടെ 4-5 അനിയന്മാരെന്ന് പറയുമ്പോ എത്ര? എല്ലാരും അനിയന്മാരെന്നെ. കസിൻ ബ്രദേഴ്സ് നമ്മള് അങ്ങനെയായിരുന്നു. ചേട്ടനുണ്ടോ? ഇല്ല, ഞാനാ ഏറ്റവും കുടുംബത്തിലെ. പിന്നെ അനിയത്തി. നിങ്ങൾ 2 പെൺകുട്ടികളാ? 2 പെൺകുട്ടികൾ. അവർക്കൊക്കെ ഇതാണ്, അവർ വിചാരിച്ചു എനിക്കെങ്കിലും 2 പെൺകുട്ടികളാവണേന്ന്. പക്ഷെ 2 ആൺകുട്ടികൾ. അവിടെ 8 ആണെങ്കിലും കൂടെ 2 പേരും കൂടെ. ഇല്ല, എനിക്ക് ആൺമക്കളായിരുന്നു ഇഷ്ടം. എന്റെ ആഗ്രഹം പോലെ. പിന്നെ ദീപൻ, വിശേഷങ്ങൾ പറഞ്ഞു. അടുത്ത പ്രോജക്റ്റ് എന്താണ് ഇപ്പൊ നടക്കുന്നത്? ഇപ്പോ ഞാൻ ഡി കമ്പനി എന്ന് പറഞ്ഞൊരു ഫിലിം 3 ഡയറക്ടേഴ്സ് ചെയ്യുന്നത്, പത്മകുമാറും ഞാനും വിനോദ് വിജയനും. അതിൽ ഞാൻ ചെയ്തേക്കുന്ന ഗാങ്സ് ഓഫ് അടക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഓണം റിലീസാണ്, 12th റിലീസാണ്. അത് കഴിഞ്ഞ് അടുത്ത് ഒക്ടോബർ 25 തുടങ്ങുന്നു. ഡോൾഫിൻ ബാർ, മേനോൻ, സുരേഷ് ഗോപി ചേട്ടൻ പ്രൊജക്റ്റ് ഉണ്ട്. അതൊന്നും അനൗൺസ് ചെയ്യാറായിട്ടില്ല. ഇതാണിപ്പോൾ. ഞാനറിയാവുന്നൊരു ദീപൻ, വളരെ കുട്ടിക്കാലം മുതലേ അറിയാവുന്ന ഒരു ദീപൻ. ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല കേട്ടോ സിനിമയോടൊരു താല്പര്യം ഉണ്ടാവുന്നു. ഓഫ്കോഴ്സ് അമ്മ സിനിമയിലാണ്, കലയിൽ തന്നെ ഇങ്ങനെ വളർന്ന് ഇതൊക്കെ കണ്ടൊക്കെ തന്നെയാണ് വളർന്നെങ്കിലും അങ്ങനെ തോന്നിയിട്ടേ ഇല്ല ദീപൻ ഒരിക്കലും ഫിലിം ഇൻഡസ്ട്രിയിൽ വരും എന്ന്. ട്രിവാൻഡ്രത്തൊക്കെ ശരിക്കും വേറെ എന്തൊക്കെയോ ജോലികളൊക്കെ പഠിക്കുകയും ജോലി ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേ എപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് ഇൻഡസ്ട്രിയിലേക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നിയത്? എനിക്ക് അങ്ങനെ കൊച്ചിലെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് സ്വാമിയപ്പനില് മാധവന്റെ അതേ പ്രായത്തിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അട്ടഹാസം, അങ്ങനെ ചെറിയ പടങ്ങൾ. പിന്നെ ഇപ്പോൾ സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ ചിലർ വിളിക്കുമ്പോൾ ഒന്ന് ഗസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ സിറ്റി ഓഫ് ഗോഡ്, പിന്നെ ചാർസ് ഓഫ് ബീസ് ഇതിലൊക്കെ ചെയ്തു. അതൊന്നുമില്ല, അതിലുപരി മദ്രാസിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ചേച്ചിക്ക് അറിയാമെന്ന് തോന്നുന്നു. കമ്പ്യൂട്ടർ ഫാമിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞൊരു അങ്ങ് വിട്ടു. എൻ്റെ ഒരു സ്വഭാവമല്ലോ അങ്ങനെ തെറിച്ച് കിടക്കുന്നത്. പിന്നെ ട്രിവാൻഡ്രത്ത് പോയി, അവിടെ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പം ഇതിങ്ങനെ നടന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയിട്ട്, അപ്പോൾ എൻ്റെ അടുത്ത് അതിന് മുമ്പേ ഷായി സാറാണ് എന്നെ ഇതിലേക്ക് വരാൻ കാരണക്കാരൻ. അപ്പോൾ പുള്ളി
ജോയ് തിയേറ്ററിൽ വെച്ചിട്ട് ഒരു ദിവസം അമ്മ ഡബ് ചെയ്തുകൊണ്ട് ഏകലവീനാണെന്ന് തോന്നുന്നു. ഏകലവീൻ തലസ്ഥാനമാണ്. അവിടെ വെച്ച് എന്നെ കണ്ടു. അപ്പം എന്നെ കണ്ട കോലം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര പങ്കൊക്കെ വെച്ചിട്ട് മറ്റേ യമയുടെ RX-ലൊക്കെ വെച്ച് പൻപ്രാവൊക്കെ കഴിച്ച് അങ്ങനെ ഒരു കോലമായിരുന്നു. അപ്പോൾ അന്ന് സാറിങ്ങനെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല ചോദിച്ചു. എൻ്റെ കൂടെ വിട്ടാൽ മതി, ഞാൻ ശരിയായിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇങ്ങനെ സംസാരിച്ചു. എന്നോട് പറഞ്ഞു, നീ പോകുന്നോ? ഷാജി ഇങ്ങനെ പറഞ്ഞു, പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേറെ പണിയില്ലേ എന്നൊക്കെ കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല, എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് ഞാൻ തിരിച്ചു പറയുന്നത്, ഞാൻ സാറിൻ്റെ അടുത്ത് പോവാം, വിളിച്ച് പറയാം, സംസാരിക്കുന്നു പറഞ്ഞാണ്. ഞാൻ 6-ാം നമ്പറാണല്ലോ ആദ്യമായിട്ട് അപ്പം. അതുവരെയ്ക്കും എനിക്ക് സിനിമ എന്ന് പറഞ്ഞാൽ അറിയാം, എങ്ങനെയാണ് സിനിമ എന്നൊക്കെ അറിയാം. പക്ഷെ അതിലേക്കൊരു ഇതില്ലായിരുന്നു, വലിയ താല്പര്യമില്ലായിരുന്നു സിനിമക്കാരനാവണം. അവിടുന്ന് പിന്നെ അതാണ് എൻ്റെ തൊഴിലെന്ന് ഞാൻ സ്വീകരിച്ചു. സിനിമയാണ് എൻ്റെ തൊഴിൽ മേഖല എന്ന് മനസ്സിലാക്കി സ്വീകരിച്ചു. പിന്നെ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു. 19 പടം ചെയ്തു സാറിൻ്റെ കൂടെ. തെലുങ്ക്, തമിഴ്, മലയാളം എല്ലാം ചേർത്ത്. ഒരു പടം രഞ്ജിയുടെ കൂടെ ചെയ്തു, ഒരു പടം പപ്പേൻ്റെ അടുത്ത് ചെയ്തു. കുട്ടിക്കാലം കൂടുതലും അമ്മൂമ്മയുടെ കൂടെയായിരുന്നു അല്ലേ? ഏറ്റവും കൂടുതൽ അമ്മൂമ്മയുടെ കൂടെ വളർന്ന ഒരു കുട്ടിയാണ്. ഒരുപാട് പാമ്പർ ഇതൊക്കെ തന്നെയാണ് അമ്മൂമ്മ വളർത്തിയത്. ഈ സിനിമ എന്ന് പറഞ്ഞ് വരുമ്പോഴേ അത് ഞാനിപ്പോൾ ഞാൻ ദീപയെടുത്ത് പറഞ്ഞു തോന്നുന്നു. ഞാൻ കൊട്ടാരക്കര വെളിയമാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഒരു അമ്മൂമ്മയ്ക്കും അപ്പൂപ്പനും ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു. 100-150 ഏക്കർ ഉണ്ടായിരുന്നു, ഭൂമി ഉണ്ടായിരുന്നു. പറങ്കിമാവും അവിടുത്തെ ഒരു ചെറിയ വീടായിരുന്നു. ചെറിയ വീട് വെച്ചാൽ അന്നത്തെ പഴയ ഒരു ടൈപ്പ് വീട്. അപ്പോൾ അമ്മൂമ്മ എന്നെ വിളിച്ചിട്ട് ഈ കൊട്ടാരക്കര ജംഗ്ഷനിൽ ഇങ്ങനെ അവിടെ ബന്ധുക്കൾ അവിടെ പോകും, അങ്ങനെ അമ്പലത്തിൽ പോരുമ്പോൾ ഞാൻ എനിക്കാന്ന് ദീപയുടെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൊട്ടാരക്കര എത്തിയപ്പോൾ എനിക്കിങ്ങനെ തോന്നി. ഞാൻ കാറിലിരുന്ന് ഇങ്ങനെ ആലോചിച്ചു, സ്ലിപ്പർ അല്ലേ, നമ്മൾ ഹവായി ചപ്പലുണ്ടല്ലോ, സ്ലിപ്പർ ഫിഷർ, അതാണ് ഏറ്റവും വലിയ ചെരുപ്പെന്ന് വിചാരിച്ചിരുന്ന ആളെ ഞാൻ. അത് എനിക്കൊന്ന് പറഞ്ഞു. പക്ഷെ അമ്മൂമ്മ എന്നെ കൊണ്ട് ഇങ്ങനെ നടക്കുക. എന്നെ ശബരിമല കൊണ്ടുപോയത് അമ്മൂമ്മയാണ്. എനിക്ക് എല്ലാ പല പഴനി തന്നെയായിരുന്നു അല്ലേ ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത് അമ്മൂമ്മയായിരുന്നു. കാരണം അമ്മ നല്ല തിരക്കിൽ ഓടിക്കൊണ്ട് നടന്ന ഒരു കാലമായിരുന്നു. മോൻ എന്ത് ചെയ്യുന്ന അറിയാൻ പോലും അമ്മയ്ക്ക് സമയമില്ലായിരുന്നു. അതെ, സിനിമ എന്ന് പറഞ്ഞ സിനിമയുടെ പിന്നെ എങ്ങനെ പാമ്പർ ചെയ്ത ഒരു മോൻ പെട്ടെന്ന് ഈ സംവിധാനത്തിലേക്ക് സഹസംവിധായകനായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ പറയുന്ന ഒരു ലക്ഷറി ലൈഫോ അല്ലെങ്കിൽ അതൊന്നും കിട്ടില്ലല്ലോ അല്ലേ? അപ്പൊ ശരിക്കും ബുദ്ധിമുട്ട് തോന്നിയിരുന്നു? നമുക്കൊരു അമ്മ ഇന്ന ആളുടെ മകനാണെന്ന് പറഞ്ഞാണല്ലോ എപ്പോഴും ഫീൽഡിൽ വരുന്നത്. പക്ഷെ ഞാൻ 6-ാം നമ്പറിലുള്ള ഫിലിമിൽ ഞാൻ അപ്രന്റീസായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിലുള്ള പലർക്കും ഞാൻ ആരാണെന്ന് അറിയില്ല. ഷാജി കൈലാസ് എന്ന് പറഞ്ഞ സാറിന് മാത്രം അറിയാം ഇന്നാര മകനാണ്, ഇന്നാണ്. കാര്യം വെച്ചാൽ എൻ്റെ അടുത്ത് മണിമുള്ള രാജചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോഴാണ് ചോദിക്കുന്നത്, ഇന്നാര മോനല്ലേ, എന്ത് പറയാത്തെന്താണ്? അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ലേബിളിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുത്തരാണ്. അപ്പം ഞാൻ ഇന്നാര മകനാണെന്ന് പോയിട്ട് പറഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ പലരും എനിക്ക് കുറെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് എൻ്റെ വർക്ക് പഠിക്കാൻ ഞാൻ ചെന്നേക്കുന്ന കാര്യത്തിന് ഒരു സിനിമയിൽ എപ്പോഴും നമ്മൾ ബുദ്ധിമുട്ട് അറിഞ്ഞു തന്നെയാണ്. ഞാൻ 3-ാമത്തെ ദിവസം സിനിമ മതിയാക്കിയിട്ട് 3-ാമത്തെ ദിവസം വർക്ക് ചെയ്യാൻ പോയി 3-ാമത്തെ ദിവസം മതിയാക്കിയിട്ട് പോരാൻ തുടങ്ങിയ ആളാണ്. പക്ഷേ എനിക്ക് പറ്റത്തില്ല അത്. എനിക്ക് രാവിലെ 4 മണിക്ക് കഴിച്ചു പോവുക, പിന്നെ അങ്ങനെ നിൽക്കുക രാത്രി 12 മണി, എനിക്ക് പറ്റത്തില്ല. അപ്പോൾ എനിക്ക് മാത്രമല്ല ഈ മറ്റുള്ള ടോർച്ചറിങ് ഭയങ്കരമാണ്. ഇന്നിപ്പോൾ സിനിമയിലെ അസിസ്റ്റൻ്റ് ആർട്ടിസ്റ്റിനൊക്കെ വളരെ സുഖമാണ്. ഇപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റൊക്കെ എൻ്റെ കൂടെ ഇരിക്കും, എൻ്റെ കൂടെ ഇരുന്ന്. അവിടെയാണെങ്കിൽ ഷായി സാർ എൻ്റെ അടുത്ത് ദീപ എന്ന് വിളിക്കുന്ന എൻ്റെ 4-ാമത്തെ പടത്തിനാണ്. അതൊരിക്കൽ എന്നെ എന്ന് പറഞ്ഞാൽ അസിസ്റ്റൻ്റ് ഉണ്ട്, ഞാൻ മകൻ അസിസ്റ്റൻ്റായിട്ടുണ്ട്. പക്ഷേ ആരാണ് എന്താണെന്ന് വിളിക്കറിയത്തില്ല. 4-ാമത്തെ പടത്തിനാണ് എൻ്റെ പേര് പറഞ്ഞ് വിളിക്കുന്നത്. അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു പഠിത്തം. പിന്നെ ബാക്കിയുള്ള കൂടെ വർക്ക് ചെയ്യുന്നവരൊരു ടോർച്ചിങ് ഉണ്ടോ, ഇവൻ മേലെ കയറാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു. അതിലെനിക്ക് ഏറ്റവും ഗുണം ചെയ്തെന്ന് വെച്ചാൽ ആ പടത്തിൽ ഒന്ന് പി സുകുമാറായിരുന്നു ക്യാമറമാൻ. സുഖേട്ടനെ എന്നെ മദ്രാസ് വെച്ച് കൊച്ചിലുമല അറിയാം എന്നത്. 2ാമത് പപ്പേട്ടനായിരുന്നു അസോസിയേറ്റ്. അപ്പം അങ്ങനെയുള്ള ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൽ. അങ്ങനെ 3-ാമത്തെ ദിവസമായപ്പോൾ എനിക്ക് വയ്യ, ഞാൻ പോവാണെന്ന് പറഞ്ഞു. പപ്പേട്ടൻ പറഞ്ഞു, അല്ല സിനിമയൊക്കെ ഇങ്ങനെയാണ്, സിനിമ അഭിനയിക്കണമെങ്കിൽ അല്ല പഠിക്കണമെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് അമ്മ കാശ് തന്നിട്ട് ആണ് ഞാൻ അത് വർക്ക് ചെയ്യുന്നത്. ശമ്പളമൊന്നുമില്ലല്ലോ നമുക്ക്. 2000 രൂപ ഞാൻ ആദ്യം പോയപ്പോൾ എൻ്റെ തന്നു വിട്ടു. അത് കഴിഞ്ഞൊരു 10-15-20 ദിവസം കഴിഞ്ഞപ്പോൾ പൈസ ഇല്ല കയ്യിൽ. പിന്നെ മഞ്ജു വാര്യർ കൃഷ്ണകുടിയിൽ പ്രണയകാലത്ത് ഡബ് ചെയ്യാൻ പോയപ്പോൾ അവരേൽ കൊടുത്തു വിട്ടു 2000 രൂപ. അങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു ചോദിച്ചു. പക്ഷേ അതിൻ്റെ ഒരു ബലം ഉണ്ടായി. അത്രയും കഷ്ടപ്പെട്ട് പഠിക്കണമെന്ന് ഇപ്പോഴത്തെ അസിസ്റ്റൻ്റ് ആർട്ടിസ്റ്റൊന്നും അത്രയും കൂടുതൽ കഷ്ടപ്പെടുന്നില്ല.